മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് മതങ്ങളെയും ദൈവങ്ങളെയും സ്വർഗവും നരകവും സൃഷ്ടിച്ചു എന്നതാണ്. മനുഷ്യൻ്റെ അപാരമായ ബുദ്ധിയിൽ നിന്നും മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത ഒരു മഹാവ്യാധിയാണ് മതം, ദൈവം, സ്വർഗം, നരകം. ഈ ഭൂമിയിലുള്ള സകലതും മനുഷ്യന് കാണാൻ പറ്റും. മനുഷ്യൻ്റെ കണ്ണിൽ ഭൂമിയിലല്ലാത്തത് പ്രപഞ്ചത്തിലുള്ള പല നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയൊക്കെ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ കാണാൻ പറ്റും. ആധുനിക സംവിധാനങ്ങളിൽ കൂടിയും ഒക്കെ. പക്ഷേ മനുഷ്യൻ്റെ അക്രബുദ്ധി സൃഷ്ടിച്ചെടുത്ത സ്വർഗം, നരകം, ദൈവം, ഇതും മൂന്നും മനുഷ്യന് കാണാൻ പറ്റില്ല. എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അതില്ലാത്ത ഒന്നാണ്. ഇല്ലാത്തതുകൊണ്ട് കാണാനും പറ്റുന്നില്ല. ഉള്ളതാണെങ്കിൽ ഭൂമിയിലായാലും പ്രപഞ്ചത്തിലായാലും എവിടെയായാലും ഉള്ള ഒരു സംഭവമാണെങ്കിൽ അത് കാണാൻ പറ്റും. ഈ മൂന്ന് വേർഡും ഇല്ലാത്ത വാക്കുകളാണ്. ബാക്കി എല്ലാ വാക്കുകൾക്കും ആ സാധനമുണ്ട്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഏതൊരു ജീവജാലത്തെ പോലെയും അത് മണ്ണായി പോകും. എനിക്ക് ഒരാട്ടുകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു ആ ആട്ടുകുട്ടി. അത് തുള്ളിച്ചാടി നടക്കുന്നതും ഓടുന്നതും എൻ്റെ അടുത്ത് ഓടി വരുന്നതും ഞാൻ അതിനെ പിടിച്ച് ഉമ്മ വയ്ക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് കുറേ വളർന്നപ്പോൾ അതിനെന്തോ ഒരു അസുഖം വന്നത് ചത്തുപോയി. ഞാൻ അതിനെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കൃഷിക്ക് ജോലിക്ക് നിന്ന പണിക്കാർ ആ പ്രദേശത്തേക്ക് തെങ്ങും തൈ വെച്ച് നടന്നിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് ഈ ഒരു തെങ്ങും തൈക്ക് കുഴിയിട്ടിരിക്കുന്നത് ഞാൻ ആ സ്ഥലത്തില്ലായിരുന്നു. കുഴിയെടുത്ത് പകുതിയായപ്പോൾ ഞാൻ എത്തി. അതിനെ കുഴിച്ചിട്ട സ്ഥലത്തായിരുന്നു. അതിൻ്റെ എല്ലും കഷ്ണങ്ങളും എല്ലാം പുറത്തിട്ട് കുഴിയെടുത്തപ്പോൾ ആ കുഴിയുടെ കൂടി മണ്ണിൻ്റെ പുറത്ത് പോകുന്നു. അപ്പോൾ ആ എല്ലും കഷ്ണങ്ങളെ ഞാൻ ഒരു കമ്പോണ്ട് കിണ്ടി നോക്കിയപ്പോൾ തട്ടി മാറ്റി നോക്കി, മറിച്ചും തിരിച്ചുമൊക്കെ നോക്കി. അപ്പോൾ അതെല്ലാം എല്ലും കഷ്ണങ്ങളായി കിടക്കുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, അത് ഓടി നടന്നതും കളിച്ചതും അത് ആഹാരം കഴിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യനും. ഓടി നടക്കുന്നു, കളിക്കുന്നു, പ്രപഞ്ചത്തിൽ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യുന്നു, സമ്പാദിച്ചു വയ്ക്കുന്നു, എന്തൊക്കെ ചിന്തിക്കുന്നതൊക്കെ പോലെ പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ മരിച്ചാൽ ഈ ആട്ടുകുട്ടിയുടെ എല്ലുകൾ തോണ്ടിയെടുത്തതുപോലെ മനുഷ്യൻ്റെ എല്ലുകൾ തോണ്ടിയെടുക്കാൻ പറ്റും. കുറച്ച് കാലം കഴിഞ്ഞ് 100 വർഷം, 50 വർഷം, 100 വർഷമൊക്കെ കഴിയുമ്പോൾ അത് മണ്ണിലങ്ങ് ലയിച്ചു പോവും. പിന്നെ ഒന്നുമില്ല. ഈ മനുഷ്യനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമെന്നും ന്യായവിധിയുണ്ടെന്നും ഒക്കെ. എല്ലാത്തിനും മനുഷ്യൻ പോകാൻ വഴി കണ്ടുപിടിക്കും. വെള്ളം കൊണ്ടുപോയത് വെള്ളം തിരിച്ചു തരും,
തീയെടുത്ത് തീ തിരിച്ചു കൊടുക്കും എന്നൊക്കെ. ഇതൊക്കെ മനുഷ്യൻ്റെ അപാരമായ ബുദ്ധിയിൽ നിന്നും മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത ഒരു കഥകൾ ആണ്. നോവലുകളും കഥകളും എഴുതുന്ന കണ്ടിട്ടില്ലേ? എല്ലാം ഭൂമിച്ച് എഴുതുന്ന കണ്ടിട്ടില്ലേ? ഭൂമികൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഇതെല്ലാം മനുഷ്യൻ്റെ ഭാവനകളും സങ്കല്പങ്ങളുമാണ്. മനുഷ്യൻ്റെ ജീവിതം തന്നെ ഈ ഭൂമിയിൽ നഷ്ടപ്പെടുത്തുന്നുണ്ട്. പാട്ട് കേട്ടാൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, സിനിമ കണ്ടാൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, ഈ ലോക ജീവിതം നയിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ പഠിപ്പിച്ചെടുക്കുന്നു മനുഷ്യൻ. മനുഷ്യനെ മനുഷ്യൻ തന്നെ പറ്റിക്കുന്നു എന്നുള്ളത് പറയുന്നതാണ് ശരി. ഒരു മനുഷ്യൻ ഒരു മതം പഠിച്ചെടുക്കുന്നു, പഠിച്ചെടുത്തിട്ട് അത് മറ്റൊരാളിനെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അയാൾ സ്വയം നശിക്കുന്നത് പോട്ടെ, മറ്റൊരാൾക്ക് കൂടി അടിച്ചേൽപ്പിക്കുകയും അയാളെ പോലെ മറ്റുള്ളവരെയും നശിപ്പിക്കണമെന്നുള്ള ചിന്ത. ഒരു കഞ്ചാവ് വലിക്കുക, സിഗരറ്റ് വലിക്കുക, ബീഡി വലിക്കുകയൊക്കെ ചെയ്യുന്ന പയ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അവൻ ചിന്തിക്കുന്നത് അവൻ്റെ കൂട്ടുകാരനെ അതേപോലെ ആക്കണം. അവനെ എങ്ങനെ നശിക്കുന്നുവോ അതേപോലെ അവൻ്റെ കൂട്ടുകാരനെ നശിപ്പിക്കണം. അതിനുവേണ്ടി അവൻ പലതരത്തിൽ അവനെ പ്രേരിപ്പിക്കുകയും അവൻ്റെ സ്വഭാവത്തിനും അവൻ്റെ ജീവിത രീതികൾക്കും അനുസരിച്ച് അവൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവരാൻ അവൻ ശ്രമിക്കുന്നു. കൂട്ടുകാരൻ അവനോടൊപ്പം നിന്നില്ല എങ്കിൽ അവനെ വെറുക്കുകയും അവനെ മാറ്റി നിർത്തുകയും അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നെ അവൻ്റെ കൂട്ടുകാരനായി സ്വീകരിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ കാണിക്കുന്നത്. ഒരാൾ പോയി മതം പഠിക്കുന്നു, എന്നിട്ട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. അവിടെ നിന്ന് കുറേ കഥകൾ ആരൊക്കെ ഉണ്ടാക്കി വെച്ചത് പഠിച്ചു, എന്നിട്ട് ഇയാൾ തന്നെ സ്വയം ചിന്തിച്ച് കുറേ കഥകൾ സൃഷ്ടിക്കുന്നു. കുറച്ചും കൂടി വിശ്വാസം ഉണ്ടാകത്തക്ക രീതിയിൽ ഭൂമിയിലെ പല സാധനങ്ങളെ ഉപമിച്ചുകൊണ്ട് ഭൂമിയിലെ പലതിനെയും, പ്രപഞ്ചം സൃഷ്ടിച്ച പലതിനെയും ദൈവം സൃഷ്ടിച്ചതാക്കിക്കൊണ്ട് ഉപമിച്ച് മനുഷ്യനെ തെറ്റിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് മതം. അതുകൊണ്ട് ഭൂമിയിൽ നല്ലൊരു ഭാഗം ജനം തെറ്റായ രീതിയിൽ ജീവിക്കുന്നു. നോക്ക്, ഈ മതവും ദൈവവും സ്വർഗവും നരകവും എന്നുള്ള ആ ഒരു ഭാവന മനുഷ്യൻ സൃഷ്ടിക്കായിരുന്നെങ്കിൽ ഭൂമിയല്ലേ സ്വർഗം. യേശുക്രിസ്തു തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സ്വർഗം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഭൂമിയിൽ നിങ്ങൾ ഐക്യമായി, സ്നേഹമായി, ഭൂമിയിൽ നിങ്ങളുടെ കഴിവുകളെ പ്രകടിപ്പിച്ച് നിങ്ങളുടെ കഴിവിനനുസരിച്ച് കെട്ടിപ്പടുത്ത് ഓരോ കെട്ടിടങ്ങളും സിറ്റികളും പട്ടണങ്ങളും ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ അത് തന്നെയാണ് സ്വർഗം. യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഉള്ളിലറിയാം വേറെ സ്വർഗമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് സ്വർഗം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഇനി വേറെ ഏത് സ്വർഗമാണ് ഞാൻ കാണിച്ചു തരേണ്ടത്? ചിന്തിച്ചു നോക്കുക. ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിച്ച് നിങ്ങളുടെ ജീവിതം പാഴാക്കിയിട്ട് എന്താണ് കാര്യം? മതം നല്ലൊരു ശതമാനം ആൾക്കാർ നന്നാക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ നല്ലൊരു ശതമാനം ആൾക്കാരെ നശിപ്പിച്ചിട്ടുമുണ്ട്. ഈ തീവ്രവാദങ്ങളും
യുദ്ധങ്ങളൊക്കെ ഏറെക്കുറെ നടക്കുന്നത് എന്തിൻ്റെ പുറകിലാണ്? ഈ മതത്തിൻ്റെ പേരിലല്ലേ? ദൈവത്തിൻ്റെ പേരിലല്ലേ? പിന്നെ എന്തിൻ്റെ പേരിലാണ് നടക്കുന്നത്? എല്ലാം ഇന്ന് ജീവിച്ചിരിക്കേണ്ട, ഇപ്പോൾ എക്സാമ്പിൾ ഇസ്രായേലും അടുത്ത രാജ്യങ്ങളുമായിട്ട് നടക്കുന്ന യുദ്ധത്തിൽ നോക്ക്. ഇന്ന് ജീവിച്ചിരിക്കേണ്ട എത്ര ലക്ഷം മനുഷ്യർ മരിച്ചു മണ്ണായിപ്പോയി. അവർ നമ്മളെപ്പോലെ ആഹാരം കഴിച്ച്, നമ്മളെപ്പോലെ രുചിയാണ് അനുഭവിച്ച്, നമ്മളെപ്പോലെ സുഖമായി ഉറങ്ങി ഉണർന്ന് ഓരോ സമ്പാദ്യങ്ങളും കാര്യങ്ങളിലും ഇടപെടേണ്ടവരല്ലായിരുന്നു. നമുക്ക് അവർക്കായിട്ട് എന്താ വ്യത്യാസം? നമ്മൾ പോലെ ഇന്ന് ജീവിച്ചിരിക്കേണ്ടവർ നശിച്ചു പോയില്ലേ? മണ്ണായി പോയില്ലേ? സ്വയം നമുക്ക് കിട്ടിയ ആയുസ് മുഴുവനും ഭൂമിയിൽ ജീവിച്ചിട്ട് മരിക്കാൻ സാധിച്ചോ? ഇല്ല. എന്തിൻ്റെ പേരിലായിരുന്നു സത്യത്തിൽ? ഈ മതമെന്ന ഒരു പ്രശ്നമല്ലയോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? മതവും ദൈവവും. ചിന്തിച്ചിട്ട് അവനവൻ ചിന്തിക്കുക, എന്നത് നല്ലത് തിരഞ്ഞെടുക്കുക. മതത്തിനും ദൈവത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കാതെ അതിന് രണ്ടാം സ്ഥാനത്തിലേക്ക് മാറ്റിവിട്ട് നോക്ക്. ജീവിതം എങ്ങനെയായിരിക്കും നോക്കാം. ഭൂമി എങ്ങനെയാകുന്നു, മനുഷ്യൻ്റെ സ്ഥിതി എന്താകുമെന്ന് നോക്കാം. ഈ ദൈവവും മതവും കൊണ്ടാണോ ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്? മനുഷ്യനെ സംരക്ഷിക്കുന്നത് ഗവൺമെൻറ്റുകളാണ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻസാണ്. അല്ലാതെ ഒരു ദൈവവും മനുഷ്യനെ സംരക്ഷിക്കുന്നില്ല. ആഹാരം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് നിയമങ്ങളാണ് മനുഷ്യൻ നിലനിർത്തുന്നത്. കുറ്റകൃത്യങ്ങൾ പിന്മാറുന്നത് ഗവൺമെൻറ് നിയമങ്ങൾ കൊണ്ടാണ്, അല്ല ദൈവത്തിൻ്റെ നിയമങ്ങൾ കൊണ്ടല്ല. ദൈവത്തിൻ്റെ നിയമങ്ങൾ കൊണ്ട് മനുഷ്യനെ കൊന്നുകളയുന്നു. ഒരു ദൈവമാണ് മനുഷ്യൻ ആരാധിക്കുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എല്ലാ പ്രവാചകരും കാണേണ്ടത് ആ ദൈവത്തെ അല്ലേ? എന്നാൽ ഇവിടെ കണ്ടിരിക്കുന്ന എല്ലാ പ്രവാചകരും പല ദൈവങ്ങളെയല്ലേ? പല പേരുകളിട്ട ദൈവങ്ങളെയല്ലേ? പല പല ദൈവങ്ങളുടെയും ഐഡിയോളജി വേറെയല്ലേ? പലരും പല രീതിയിലല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ യേശുക്രിസ്തു പറയുന്നു, ഒരു ചെകിട്ട് തരിച്ചാൽ മറിച്ചെവിട് കാണിച്ചു കൊടുക്കാൻ. ആ പ്രവാചകൻ അങ്ങനെ പറയുമ്പോൾ വേറൊരു പ്രവാചകൻ എന്ത് പറയുന്നു? ചിന്തിച്ച് നോക്കുക. മറ്റ് പ്രവാചകന്മാരെന്ത് പറയുന്നു? ഓരോ പ്രവാചകന്മാരും ഓരോ രീതിയിൽ പറയുന്നു. ഇവരെ കണ്ടവർ എല്ലാം ഒരു ദൈവത്തെയല്ല, ഒരു ദൈവത്തെയാണ് ഇവരെല്ലാവരും കണ്ടിരുന്നുവെങ്കിൽ ആ ദൈവം വാക്ക് മാറ്റി പറയുമോ? എല്ലാവരുടെ ഒന്നല്ലേ പറഞ്ഞു കൊടുക്കുള്ളൂ. ചിന്തിച്ച് നോക്ക്. എന്തിനാണ് നാം അപകടങ്ങളിലേക്ക് ചെന്നിരുന്നത്? നമ്മെ ദൈവം സംരക്ഷിക്കുന്നത് സ്വയം നമ്മൾ പറയുന്നതൊന്നുമല്ലാതെ യഥാർത്ഥത്തിൽ നമ്മെ സംരക്ഷിക്കുന്നത് ഗവൺമെൻറ്റുകളാണ്. നമുക്ക് ആഹാരമില്ലാതെ വരുമ്പോൾ മറ്റൊരു രാജ്യത്ത് പോയി ആഹാരം കൊണ്ട് തരുന്നു. നമുക്ക് നമുക്ക് സുഖമില്ലാതെ വരുമ്പോൾ അതിനുള്ള മരുന്നുകൾ നമ്മുടെ ഗവൺമെൻറ് കണ്ടുപിടിക്കുന്നു. ഗവൺമെൻറ് എന്ന് പറയുന്നത് മനുഷ്യരിൽ പെടുന്ന ഒരു സംവിധാനമാണ്. മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നു. ഈ ദൈവങ്ങൾ ഈ ഭൂമിയിൽ വന്ന കാലഘട്ടത്തിൽ മനുഷ്യന് ആഹാരം ചുട്ടുകഴിക്കുന്നു. കുഷ്ഠരോഗികൾ കൊണ്ട് നിറഞ്ഞ കാലഘട്ടം. കുഷ്ഠരോഗമായാൽ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. ആഹാരമില്ലാതെയും കഷ്ടപ്പെട്ട് നരകിച്ച് മരിക്കുന്നു. ഇതിനെല്ലാം ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് പിന്നീട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ 1925 എന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ 1925 പറഞ്ഞാൽ ഭൂമി ഉണ്ടായതല്ല. ആ വർഷം ഭൂമി ഉണ്ടായിട്ട് ലക്ഷങ്ങളും കോടികളും വർഷങ്ങൾ കഴിഞ്ഞു. മനുഷ്യനുണ്ടായിട്ടും ലക്ഷങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങളും കോടികളും വർഷങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അന്ന് മനുഷ്യൻ അതമ്പതിച്ച് കിടന്നിരുന്നു. മനുഷ്യൻ
മീൻ പിടിച്ചാൽ ചുട്ടു തിന്നുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ചുട്ടു തിന്നുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അറിയില്ലായിരുന്നു. ഗുഹകളിലും കുടിൽ കെട്ടാനോ വീട് കെട്ടാനോ ഒന്നും അറിയില്ലായിരുന്നു. അവർ ഗുഹകളും പാറയുടെ അടിയിലും ഒക്കെ കിടന്നുറങ്ങി ജീവിച്ച് അപ്പോൾ ആ കാലഘട്ടം മാറി പുതിയൊരു കാലഘട്ടം നമുക്കിന്ന് കിട്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും പ്രയോജനപ്പെടുത്തേണ്ടതല്ലേ? പകരം മതം എടുത്തിട്ട്, ദൈവത്തെ എടുത്തിട്ട്, സ്വർഗത്തെ എടുത്തിട്ട്, നരകത്തെ എടുത്തിട്ട് സങ്കല്പങ്ങളിൽ കൂടി അറിവില്ലാത്ത കാലഘട്ടത്തിൽ, ഒരു വേലയും തൊഴിലും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് എല്ലാ മനുഷ്യരും അങ്ങ് മതത്തിലേക്ക് പോവുകയായിരുന്നു. ജീവിതം മാത്രമേ അന്നുള്ളൂ. വേറെ ഒരു തൊഴിലില്ല, ഒന്നും ചെയ്യാൻ അറിയില്ല. ആർക്കും ഒരു വേലയും കൂലിയും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മതവും ദൈവവും സ്വർഗവും നരകവും ഒക്കെ. വേറെ പണിയൊന്നുമില്ലായിരുന്നു, ചിന്തിച്ച് സംവിധാനം ഉണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ ഇവരാരോടും ദൈവം സംസാരിച്ചിട്ടുമില്ല. അവരങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയെടുത്തതാണ്. ആ കഥയുടെ പുറകെ ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാം കണ്ടുപിടിച്ച് സയൻസ് പരമായി ഗവൺമെൻറ്റുകളെല്ലാം സത്യസന്ധവുമായി കണ്ടുപിടിച്ച് നമ്മുടെ മുന്നിൽ നിർത്തിയിരിക്കുമ്പോൾ നാം ഇന്നും ആ അറിവില്ലാത്ത കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ട്, അത് കുറേ പേരിവിടെ കണ്ടതല്ല ദൈവത്തെ, ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിലുണ്ടാകുന്നതാണ്. ആ മനുഷ്യൻ വന്ന് പറയുന്നു, അതിൻ്റെ പുറകെ ആൾക്കാർ ഓടി നടക്കുന്നു. അതങ്ങ് വിശ്വസിക്കുകയാണ് ഒരു മനുഷ്യൻ വന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകൾ കണ്ടിട്ടുമില്ല. നല്ലത് തിരഞ്ഞെടുക്കുക. ഇതാണ് സത്യം.